എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 7-8 തീയതികളിൽ നടന്ന വിനായക ചതുർത്ഥിയുടെ പരിപാടിയുടെ ചെറിയൊരു വീഡിയോ ആണ് ഇതിലുള്ളത്. ഗണനായകൻ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് കല്യാണം കഴിച്ചിട്ടില്ല എന്നതാണ്. ഇതിൽ സിദ്ധിബുദ്ധി കല്യാണത്തിൻ്റെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഐതിഹ്യവും കൂടെ പറയാം. ഐതിഹ്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ. ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും കേട്ടിരിക്കുന്നത് എന്താണ്? ഗണനായകൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നതാണ്. ഗണേശ കല്യാണത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം. ഗണനായകന് 2 ഭാര്യമാർ ഉണ്ടെന്നുള്ള ഒരു കഥയുണ്ട്. പാർവതി പരമേശ്വരന്മാർ തങ്ങളുടെ മക്കളായ ഗണേശനെയും കാർത്തികേയനെയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആരുടെ വിവാഹമാണ് ആദ്യം നടത്തേണ്ടത് എന്ന ആശങ്കയിലായി അവർ. ആരുടെ കല്യാണമാണ് ആദ്യം നടത്തേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുന്ന അവർ മക്കളോട് പറയും, ആദ്യം ആരാണോ ഭൂമി ചുറ്റി വരുന്നത് അവരുടെ കല്യാണം ആദ്യം എന്ന്. സുബ്രഹ്മണ്യൻ ഉടൻ തന്നെ തൻ്റെ മയിൽവാഹനത്തിൽ ലോകം ചുറ്റാൻ പോവും. ഗണപതിക്കാണെങ്കിൽ ശരീരഭാരവും വെച്ച് മൂഷികന്റെ മുകളിൽ കയറി പെട്ടെന്ന് പോയി വരാൻ എന്തായാലും കഴിയില്ല. ഗണേശൻ അവിടുന്ന് പോകും മുമ്പ് അച്ഛനോടും അമ്മയോടുമായിട്ട് പറയും, അവിടെ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും മാറിയിരിക്കരുത്, അവിടെ തന്നെ ഇരിക്കണമെന്ന്. സിദ്ധിബുദ്ധി വിവാഹത്തിൻ്റെ ചടങ്ങുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗണേശൻ അച്ഛനോടും അമ്മയോടും മാറിയിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 2 ആളെയും പ്രദക്ഷിണം വെച്ച് വരും. മയിൽവാഹനവും എടുത്തുപോയ സുബ്രഹ്മണ്യൻ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ വിനായകർ ഇവിടെ 7 തവണ അച്ഛനെയും അമ്മയെയും പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവും. മാതാപിതാക്കളെ പ്രദക്ഷിണം ചെയ്യുന്നത് ഭൂമി ചുറ്റുന്നതിന് തുല്യമാണെന്ന അറിവാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. എന്തായാലും അവർ ആദ്യം ഗണേശ വിവാഹം നടത്താൻ തീരുമാനിച്ചു. ബ്രഹ്മാവ് തൻ്റെ 2 പുത്രിമാരായ സിദ്ധിയെയും ബുദ്ധിയെയും ഗണേശന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് തന്നെ 2 ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തേത് ഇത് കഴിഞ്ഞ ശേഷം പറയാം. ഗണനായകൻ അങ്ങനെ സിദ്ധിയെയും ബുദ്ധിയെയും കല്യാണം കഴിച്ചു. സിദ്ധി എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ്, ബുദ്ധി എന്നാൽ അവബോധം. അവർക്കങ്ങനെ ഓരോ പുത്രൻ ജനിക്കുകയും ചെയ്തു. സിദ്ധിക്ക് ജനിച്ച പുത്രൻ ക്ഷേമ, അതായത് ക്ഷേമം. ബുദ്ധിക്ക് ജനിച്ചത് ലാഭ അല്ലെങ്കിൽ നേട്ടം. വിനായകരെ ആരാധിക്കുന്ന ഏതൊരാൾക്കും സിദ്ധിയും ബുദ്ധിയും ജനിക്കുന്നു. സിദ്ധിയും ബുദ്ധിയും വഴി പുത്രന്മാരായ ശുഭവും ലാഭവും ഉണ്ടാകുന്നു. ഇതാണ് ഗണേശ വിവാഹത്തിന് അടിസ്ഥാനം. പ്രജാപതി വശ്യരൂപന്റെ മക്കളാണ് ഗണപതിയെ വിവാഹം കഴിച്ചതെന്നും ഒരു ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. ആനത്തല ആയതുകൊണ്ട് ആരും വിവാഹം കഴിക്കാൻ തയ്യാറല്ലായിരുന്നു ഗണപതിയെ. എല്ലാ ദേവന്മാരും വിവാഹം കഴിക്കുന്നതിൽ ഗണേശന് കോപം വന്നു. അതോടെ ഓരോരുത്തരുടെ വിവാഹം മുടക്കാൻ നടന്നു. തൻ്റെ രൂപം ഇങ്ങനെ ആയതുകൊണ്ട് ആരും തന്നെ വിവാഹം കഴിക്കാൻ സമ്മതം കാണിക്കുന്നില്ല എന്നുള്ള സങ്കടവും ദേഷ്യവുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാനുള്ള കാരണം. വിഘ്നേശ്വരൻ ദേവന്മാർക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ദേവന്മാർ ബ്രഹ്മദേവനോട് പരാതി പറഞ്ഞു.
വിഘ്നേശ്വരനെ സന്തോഷവാനാക്കാൻ ബ്രഹ്മദേവൻ 2 സുന്ദരികളെ സൃഷ്ടിച്ചു. ബുദ്ധി, സിദ്ധി എന്ന 2 സുന്ദരികളെയായിരുന്നു സൃഷ്ടിച്ചത്. സിദ്ധി ബുദ്ധി വിവാഹത്തിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മൂഷിക വാഹനം ആ ഒരു വീഡിയോയും കൂടെ ഉണ്ട്. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കാണുക. ചില ആളുകൾക്ക് ഇത് കാണാൻ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ഉണ്ടായിട്ടും ഒരേ ഒരു വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ഇത് 2 പാർട്ടാക്കാതിരുന്നത് അതുകൊണ്ടാണ്. Challa